കേരളം ഭരിച്ച ഒന്നാം പിണറായി സർക്കാർ ജനങ്ങളുടെ പണം ധൂർത്തടിച്ച് മുടിച്ച് കളഞ്ഞതിന് വീണ്ടും ഒരു ഉദാഹരണം കൂടി. പൊതുഖജനാവിൽ നിന്നും 250 കോടി രൂപയുടെ ഭീമമായ തട്ടിപ്പ് നടന്നതായി 108 ആംബുലൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദം തെളിയിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന ഈ ക്രമക്കേടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ആരോഗ്യമന്ത്രിയും നേരിട്ട് മറുപടി പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നു. 2019 108 ആംബുലൻസ് സർവീസുകളുടെ നടത്തിപ്പിനായി സെക്കന്ദരാബാദ് ആസ്ഥാനമായ ഒരു ബഹുരാഷ്ട്ര കമ്പനിയുമായി കരാർ ഉണ്ടാക്കിയത് 517 കോടി രൂപയ്ക്കാണ്. ഈ കരാർ 5 വർഷത്തേക്കായിരുന്നു. 316 ആംബുലൻസുകൾ ഓടിക്കാനുള്ള ഈ കരാറിന് മന്ത്രിസഭയുടെ പ്രത്യേക അനുമതിയാണ് ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ അതേ കമ്പനി 2025-30 കാലയളവിലേക്ക് കൂടുതൽ ആംബുലൻസുകൾ, അതായത് 335 എണ്ണം ഓടിക്കാൻ ടെൻഡർ ചെയ്തിരിക്കുന്നത് വെറും 293 കോടി രൂപയ്ക്കാണ്. ഇന്ധനവിലയും മറ്റ് പ്രവർത്തന ചെലവുകളും വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ മുമ്പത്തേക്കാൾ 43% കുറഞ്ഞ തുകയ്ക്ക് കൂടുതൽ ആംബുലൻസുകൾ ഓടിക്കാൻ കഴിയുമെങ്കിൽ 2019 517 കോടി രൂപ നൽകിയത് എന്തിനാണ്? അന്നത്തെ കരാറിലെ കമ്മീഷൻ തുക ആരുടെയൊക്കെ പോക്കറ്റിലാണ് എത്തിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കണം. ആദ്യം ടെൻഡറിൽ പങ്കെടുത്ത 2 കമ്പനികളിൽ ഒന്നിനെ അയോഗ്യമാക്കിയ ശേഷമാണ് ഈ കരാർ GVK EMRI എന്ന കമ്പനിക്ക് നൽകിയത്. യാതൊരു പരിശോധനയും കൂടാതെയാണ് ഈ ഉയർന്ന തുകയ്ക്ക് മന്ത്രിസഭ പ്രത്യേക അനുമതി നൽകിയത്. ഈ ഒരു നീക്കം ഖജനാവിന് 250 കോടി രൂപയിലധികം നഷ്ടമുണ്ടാക്കി. ഒരു സർക്കാരിന്റെ പ്രധാന ഉത്തരവാദിത്തം ജനങ്ങളുടെ പണം സംരക്ഷിക്കുക എന്നതാണ്. എന്നാൽ പിണറായി സർക്കാർ ജനങ്ങളുടെ പണം എങ്ങനെ ധൂർത്തടിക്കാം എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത് പലപ്പോഴായുള്ള ചെയ്തികളിലൂടെ ജനങ്ങൾക്ക് ബോധ്യമായതാണ്. ഇതാദ്യമായിട്ടല്ല ഈ സർക്കാർ അഴിമതിയുടെ കാര്യത്തിൽ പടി കേൾക്കുന്നത്. ഇതിനു മുമ്പ് അനേട്ടിൽ നടന്ന ക്രമക്കേടുകളും സമാനമായ രീതിയിൽ മാസപ്പടി വിവാദവും ഒക്കെ ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. തൊട്ടതിലെല്ലാം അഴിമതി കാണിക്കുന്ന ഒരു സർക്കാരായി ഇത് മാറിയിരിക്കുന്നു. പിണറായിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൊള്ളയ്ക്ക് എത്രയും വേഗം വിശദമായ അന്വേഷണം നടത്തണം. ഒരു ജനകീയ സർക്കാർ ജനങ്ങളുടെ പണം എങ്ങനെ കൊള്ളയടിക്കാം എന്നാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന ഈ തട്ടിപ്പുകൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാധ്യസ്ഥനാണ്. ഇത്രയേറെ അഴിമതികൾ നടത്തിയിട്ടും പൊതുമുതൽ നശിപ്പിച്ചിട്ടും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെ ഇപ്പോഴും മുമ്പോട്ട് പോവുകയാണ് ഈ സർക്കാർ. പിണറായി വിജയന് ഈ നാടിനെ മുടിപ്പിച്ച് മതിയായില്ലേ? നിങ്ങൾക്കും ഈ ചോദ്യം ചോദിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.